സെറ്റ് ഉണ്ടാവും. ആ മൈൻഡ് സെറ്റിന് പുറത്ത് വിടുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, ഗ്രോത്ത് വരും. അതിലൂടെ നമുക്ക് ബിലീവ് ഉണ്ടാവും, മിറാക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും, ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇതിന് പുറത്തേക്ക് എവിടെയാണ്, ഇതിന് പുറത്തേക്ക് എന്ന് പറയുന്നത് കംഫർട്ട് സോണിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വിജയം വലിയതായിരിക്കും. നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിൽ വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വവും വിജയിച്ച് കഴിയുമ്പോഴേ പല ആൾക്കാരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറും. വിജയിച്ച് കഴിയുമ്പോഴും പല ആൾക്കാരും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരും. പല ആൾക്കാരും ഞാനാണ് നിങ്ങളെ സഹായിച്ചത്, അതിനെ മറന്നു പോകരുത് എന്ന് പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. പക്ഷേ ആക്ച്വലി ഈ വിജയത്തിൻ്റെ സ്റ്റെപ്പിംഗ് സോണ് ഇവരായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറ്റം പറയുന്നുണ്ടാവും, നിങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിസ്കറേജ് ആയിരിക്കും സത്യത്തിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പിന്നീട് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവരാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാൻ അവർ തന്നെ കാണും. പക്ഷേ അവർ കുറ്റം പറഞ്ഞതായിട്ട് അവർ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ഓരോ ദിവസവും ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ദിവസവും 1% ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഒരു ദിവസം അത് വലിയ മാറ്റമാകും. നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടതില്ല, പക്ഷേ തുടങ്ങണം. നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആക്ഷൻ ആദ്യം എടുക്കുക, കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യുക, ഫിയർ കുറയും. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ക്ലാരിറ്റി വരും. ഇത് സിമ്പിളാണ്, പക്ഷേ നമ്മളതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ കമ്പയർ ചെയ്യരുത്, അപ്രിഷ്യേറ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, സക്സസ് ഉണ്ടാക്കുക. അത് ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേണിയാണ്. അത് വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെത്തുന്ന ഓരോ ലെവലിലും പുതിയ ചാലഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് എൻജോയ് ദ പ്രോസസ്സ്. ഒരു ദിവസം നിങ്ങൾ